ഹായ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലുള്ള രണ്ടാമത്തെ ദിവസമാണ് അല്ലേ. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് തിരിച്ച് വരുന്നുണ്ട്. കുഞ്ഞുണ്ട്, കുഞ്ഞു കയറിയോ? അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോയിട്ട് നാളെ കൊച്ചിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. രാവിലെ ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് പോയി. അച്ചു വന്നില്ല, ഇപ്പൊ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി ഓടി നടന്നത് ഞാൻ മിക്കർ പിടിക്കുന്നുണ്ട്. കുറെ നാളായില്ല, ഒരാഴ്ച, കുറച്ച് ദിവസം. അപ്പോ അപ്പൊ ഇവളുടെ വണ്ടിയെ കിട്ടിയായിരുന്നു. അപ്പൊ വണ്ടി എടുത്തിട്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ അവരൊന്ന് കറങ്ങി. അപ്പൊ ഞാനും ടിയോ ചേട്ടനും, അതായത് നമ്മുടെ ലിബി ചേച്ചിയുടെ ഹസ്ബൻഡാണ് ടിയോ ചേട്ടൻ. എനിക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു എല്ലാവരുടെയും പേരൊന്ന് പറയണം, എല്ലാവരുടെയും പേര് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആണെന്ന് കുറച്ച് കമന്റ് ഞാൻ കണ്ടു. ലിനുവിന്റെ മൂത്ത ചേച്ചിയുടെ പേരാണ് ലിബി ചേച്ചി, ഇളയാളുടെ പേര് ലിയ, ഏറ്റവും ഇളയാളാണ് ലിനു. അപ്പോൾ ലിബി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ടിജോ ചേട്ടൻ, അപ്പോൾ വക്കീന്ന് വിളിക്കും. ലിയയുടെ ഹസ്ബൻഡിന്റെ പേരാണ് അഖിൽ. അഖിൽ ഇവിടെ നാട്ടിലില്ല. അപ്പോ ലിബി ചേച്ചി ഇവിടെ ഉണ്ട്. ഇന്നലത്തെ പാട്ടൊക്കെ സൂപ്പറാണെന്ന് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ലിബി ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവര് രാവിലെ ഇവരെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി. ഇത് ലിബി ചേച്ചിയുടെ കുട്ടികളാണ്, ടിയോ ചേട്ടൻ ലിബി ചേച്ചിയുടെയും. മൂത്ത ആള് എഡ്വിൻ, രണ്ടാമത്തെ ആള് ഇരിക്കുന്നു. കുഞ്ഞിന് സ്മൈൽ കൊടുത്തേ. അതിന്റെ മൈക്ക് മൈക്ക് പോണായി, താഴത്ത് വീണപ്പോഴാണ് തോന്നുന്നത്, പച്ച കത്തി. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി കഴിച്ചല്ലോ അല്ലേ? ഇത്രയും ഫുഡ് മമ്മി ഒറ്റക്കല്ലോ ഉണ്ടാക്കിയേ? താൻ എന്തായാലും സഹായിക്കത്തില്ലെങ്കിൽ നന്നായിട്ട് അറിയാം. ഇനും എന്തായാലും സഹായിക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളോട് വന്നിട്ട് ഞാനും കുക്ക് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ സമയം കിട്ടിയില്ല എനിക്ക്. ഞാൻ സിനിമയ്ക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുക്ക് ചെയ്യാം. അതായത് ലിനുവിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കുക്ക് ചെയ്ത് ഇവർക്കെല്ലാവർക്കും എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഭക്ഷണം ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ്. മീൻ കറി ഉണ്ട്, മീൻ അച്ചാറുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഇത് വെണ്ടക്കത്തോരനല്ലേ? വെണ്ടക്കത്തോരൻ. ഇത് നല്ല ആളോടാ ചോദിക്കണേ. ഇത് മോര് എല്ലാം ഉണ്ട്. മമ്മിയെ കാണിക്കലെന്ന് പറഞ്ഞ മമ്മി ഓടിപ്പോയി. മമ്മി വീഡിയോ കാത്തുനിന്ന് ഓടി കാണിക്കലെന്ന് പറഞ്ഞിട്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ലിയയുടെ വീട്ടിലോട്ട് പോകാൻ പോകും അല്ലേ? കോട്ടയത്ത് ലിയയുടെ വീട്ടിലേക്ക് ഉച്ചക്ക് പോകാൻ വേണ്ടി പോവാണ്. കുഞ്ഞു വരുവോ? പോ നമുക്ക്. ഓക്കെ, എന്നാ ഫുഡ് കഴിക്കാം. കുഞ്ഞി നമ്മളിപ്പോ എവിടാ? എവിടെയാ? ആരെ കാണാനാ വന്നേ? സുബൈബിനെ കാണാൻ. ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ? പറഞ്ഞ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. വണ്ടിയിൽ ആരൊക്കെയുണ്ട് പറഞ്ഞേ? വണ്ടിയിൽ ആരൊക്കെയുണ്ട്? സിജോ അങ്കിൾ, മമ്മി, കുഞ്ഞാന്റെ അമ്മ, ഇടുക്കൂട്ടൻ. ഉറങ്ങുവാണോ? ഇസുബേബിനെ കാണണ്ടേ നമുക്ക്? ചിരിച്ചേ. ഇസുബേബിക്ക് ഉമ്മ കൊടുക്കോ? ഇസുബേബിനെ എടുക്കുവോ? എടുക്കാറായിട്ടില്ല. കുഞ്ഞി എടുക്കത്തില്ല ഇപ്പൊ അല്ലേ? ഇറങ്ങാം നമുക്ക്. ഇറങ്ങി ചേച്ചി. ഇതാ സിജോങ്ങൾ തരുമോ? ഇത് സിജോങ്ങൾ തരുമോ? ഷെയർ ചെയ്യാം. സിജോങ്ങൾ എന്തുമാത്രം തരും? കുറച്ച് തരുമോ? ഇത്തിരി തരുമോ? കുറച്ച് തരുമോ സിജോങ്ങൾ? നോക്കട്ടെ. പൊട്ടിക്കണ്ടേ? അപ്പോ എവിടെ? എടിക്കൂട്ടൻ എണീറ്റു. മമ്മിയും ലിവി ചേച്ചിയും എടുക്കൂട്ടനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലിയയുടെ വീട്, ലിയയുടെ അഖിലിന്റെ വീട്. കോട്ടയം കുടമാളൂരാണ് ഇവരുടെ വീട് വരുന്നത്. കുഞ്ഞി എനിക്ക് സിജോങ്ങൾ താ. കുഞ്ഞിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? സിജോങ്ങളിനെ ആണോ ലിനു ആന്റിനെ ആണോ? എന്തൊരു ആ രഹസ്യം ഞാൻ കേക്കട്ടെ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ? ഇഷ്ടം
ഈ രഹസ്യം നാട്ടുകാരെ മൊത്തം കേട്ടോണ്ടിരിക്കുക കേട്ടോ. എന്തോ കുഞ്ഞി എന്താ രഹസ്യം പറഞ്ഞേ? സിജോങ്ങളിലാണ് ഇഷ്ടം, പക്ഷെ കുഞ്ഞിന്റെ കരയില്ല. സിജോങ്ങനാണോ കൂടുതൽ ഇഷ്ടം? കുഞ്ഞാണ്ടി എന്നാലും കുറച്ച് ഇത്തിരി പൊടിക്ക് കുഞ്ഞിന്റെ ഐസ്ക്രീം തരും അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങള് ലിയയുടെ വീട്ടിലോട്ട് കയറിയിട്ട് വരാം. ലിയ ഇവിടെ ഇല്ല, ലിയ ആക്കിലും പുറത്താണ്. അവരുടെ കുഞ്ഞു വാവ ഇപ്പൊ എത്ര മാസം ഉണ്ട്? 6 months ആയി. വീട്ടിലെന്താ വിളിക്കുക നമ്മള്? ഇസ ബേബിനെ ഇസ എന്നല്ല വിളിക്കുക അല്ലേ? എന്നാലും നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും കുഞ്ഞി എന്താ വിളിക്കണേ? ഇസ ബേബി. നീ പൊന്നൂന്നല്ല വിളിക്കുന്നേ? ഞാൻ ജസ്റ്റ് പൊന്നൂന്ന് വിളിച്ചപ്പോ അവള് നോക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇസാന്ന് തന്നെ വിളിക്കുന്നേ എല്ലാരും. നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം കുഞ്ഞി, ഇറങ്ങാം. അങ്ങനെ നമ്മള് ആരുടെ വീട്ടിലെത്തിയേ? മേമയുടെയും അപ്പുവേട്ടന്റെ വീട്ടിലെത്തി അല്ലേ? മാറി ഇപ്പതേ ഈ വഴി ആരാ ഓടിപ്പോയി നേരത്തെ? മാറിക്ക്. ഈ വഴി ആരാ നേരത്തെ ഓടിപ്പോയത്? ആരായിരുന്നു ആ വഴി കൂടെ? ഇവിടം വരെ ഇതിനു വഴിയല്ലേ ഓടിപ്പോയത്? ഇതിനു വഴി ആരാ ഓടി? കുഞ്ഞാണ്ടി ചാടി അല്ലേ? കേട്ടാ, കുഞ്ഞാണ്ടി ചാടി എങ്ങനെ ചാടിയെന്നറിയോ? കുഞ്ഞാണ്ടി ഇതിലം വഴി അല്ലേ? ഇവിടുന്ന് ചാടി കുഞ്ഞാണ്ടി എങ്ങോട്ട് പോയി? ആ കണ്ടം വഴി ഓടിപ്പോയി അല്ലേ? എന്നിട്ട് കണ്ടം വഴി ഓടി കുഞ്ഞാണ്ടി പോയി അല്ലേ? എന്നിട്ട് കുഞ്ഞാണ്ടി ആരാ പിടിച്ചോണ്ട് വന്നേ? കുഞ്ഞാണ് പിടിച്ചോണ്ട് വന്നേ. കുഞ്ഞു ഓടി പിടിച്ചോണ്ട് വന്നേ അല്ലേ? ഒന്ന് കാണിച്ചു, കുഞ്ഞു ഓടി പിടിക്കുന്ന കാണിച്ചു തന്നു. കുഞ്ഞാണ്ടി ഓടിക്കളഞ്ഞല്ലേ? കുഞ്ഞാണ്ടി ഓടിയല്ലേ? കണ്ടം വഴി ഓടി. അത് കണ്ടോ? കണ്ടം വഴി ഓടിയത്. എന്നാ എവിടെ പോച്ചു? പുൽക്കൂട് കാണിച്ചേക്ക്. എല്ലാം മാറ്റി നമുക്ക് അഖിലിന്റെ വീട്ടിലെ പുൽക്കൂടെ കാണാം. ഇല്ല, എല്ലാം മാറ്റി. എനിക്ക് തോന്നുന്നു ഇത് അങ്കിൾ ഉണ്ടാക്കിയതാ. അങ്കിൾ ഉണ്ടാക്കിയതായിരിക്കും. രൂപമൊക്കെ എടുത്ത് മാറ്റി അല്ലേ? എല്ലാം മാറ്റി. അഖിലിന്റെ വീട്ടിലെ പുൽക്കൂടായിരുന്നേ. അങ്കിൾ ഉണ്ടാക്കിയത് തന്നെയാ. അങ്കിൾ ഉണ്ടാക്കിയ പുൽക്കൂട്. എടു എന്തേ? മീൻ അവിടെ. ഇവിടെ ആടക്കില്ലേ? നല്ല രസമുണ്ടല്ലേ ഇവിടെ അല്ലേ? പച്ചപ്പും ഹരിതാപം എന്ന് പറയുന്ന പോലെ ഒത്തിരി മീനുണ്ട് കേട്ടോ. ഇവിടെ മീനുണ്ടല്ലോ. ചേച്ചി ഒരു പാട്ടിന്റെ ഒരു ചാനൽ തുടങ്ങണം കേട്ടോ. ചേച്ചി പാട്ട് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ ചേച്ചിയുടെ പാട്ടിന് ഭയങ്കര ഫാൻ ബേസ് ആണ്. ഇന്നലത്തെ വീഡിയോക്കകത്ത് ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഉണ്ടായിരുന്നു. ആ കമന്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞേ? ഇന്നലെ വീഡിയോക്ക് ചേച്ചിയുടെ പാട്ട് സൂപ്പർ ആണെന്ന് പറഞ്ഞ് കമന്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞേ? അച്ഛേ അറിയോ അങ്കിളിനെ? അറിയോ? ഇതാണ് നമ്മുടെ ഇസ ബേബിയെ. കൊയ് കൊയ്. കാത് കുത്തി അല്ലേ? ഉറക്കത്തിന് എണീറ്റുള്ളല്ലേ? കാത് കുത്തിയാ? കുഞ്ഞി ഇതാരാ? ഇതാരാ കുഞ്ഞി? ആരാ ഇത്? കുഞ്ഞി ഇതാരാന്ന് പറ. എടുക്കൂട്ടാ. എടുക്കൂട്ടാ, ഇങ്ങ് വന്നേ. പഠിക്കാൻ പോവാണോ? ഇവിടെ വന്നിട്ടാ പഠിക്കാ? ഞാൻ എടുത്തോട്ടെ. ഞാൻ എടുക്കാം. ഉറക്കമാണോ വാവേ? ഉറക്കമായിരുന്നോ? അറിയോ അങ്കിളിനെ? സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ടല്ലോ. അറിയോ അങ്കിളിനെ? എവിടെ പോയി കുഞ്ഞി? കുഞ്ഞിയേ കുഞ്ഞിയെ ഞങ്ങൾക്ക് ഇനി ഇസബേബിനെ മതിയേ. ഇത് കുഞ്ഞിനെ വേണ്ടല്ലോ അപ്പൊ. ചുമ്മാ പറഞ്ഞേ ഒമ്മക്ക് പറഞ്ഞേ. അയ്യോ കുഞ്ഞി അച്ഛ പഠിക്കുക. കറക്റ്റ് അവന് കറക്റ്റ് സമയത്ത് പുറത്തും കയറിയല്ലേ? പുതിയ ബുക്ക് കിട്ടുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് പഠിക്കാനായിട്ട്. കുഞ്ഞി
ഇസബേബിനെ കൊണ്ടുപോവാ നമുക്ക്. ഉമ്മ കൊടുക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ ഇവിടെ നിർത്താം അല്ലേ? കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് ഇസബേബിനെ കൊണ്ട് പോവാം. അയ്യോ അയ്യോ എന്തുവാ കേട്ടില്ല, എന്തോ കുഞ്ഞു പറഞ്ഞേ? കാല് ചീത്തയാവും അല്ലേ? ചെരുപ്പിടാം. എടുക്കട്ടെ, ജോങ്ങളിലാണ് അത്. എടുക്കട്ടെ എങ്കിൽ വരുന്നോ? ആരെടുക്കണം? കുഞ്ഞു വരുന്നോ? കുഞ്ഞു വരുന്നോ? നോക്കട്ടെ. ഓ പൊങ്ങുന്നില്ലല്ലോ. പൊങ്ങുന്നില്ല, പൊങ്ങുന്നില്ല. ഓ പക്ഷെ ഇസുബേബിനെ പെട്ടെന്ന് പൊക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇസുബേബിനെ എടുക്കാം. പിങ്ക് കുട്ടിയാണ്, നോക്കട്ടെ പൊക്കാൻ പറ്റും നോക്കട്ടെ. പേടിച്ചോേ? പേടിച്ചില്ലേ? എടുക്കുവാ. അയ്യോ കുഞ്ഞു കുത്തിക്ക്. പാട്ട് പാടി കൊടുക്കോ? പാടിക്കേ. ഒരു പാട്ട് പാടി, ഒരു പാട്ട് പാടി കൊടുത്തേ. പാട്. പാട്ട് പാടോ? പാട്. ഒരു പാട്ട് പാടിക്കോ. ഏത് പാട്ട് അറിയാം? പാട്, പാടിക്കൊടു. പാടിക്കേ. ബേബി നോക്കിക്കൊണ്ടിരിക്കുക. പാട്, പാട്. അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് പഠിപ്പിക്കേ. അമ്മയുടെ പാട്ട് ഇന്നും വൈറലാവും. പാടിക്കോ, പാടിക്കോ. അത് ഗ്രീൻ ആയി, അപ്പൊ ഓഫ് ആവും. ഗ്രീൻ ആകുമ്പോഴേ ഓൺ ആവത്തുള്ളൂ. ഇപ്പൊ ഓണായി. പാടിക്കോ. പാട്. സ്റ്റാർട്ട് ചെയ്ത് ചട്ടില്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചൊരു ചട്ടില്ലെങ്കിൽ ഇത്തിരി തിന്നോ പൂച്ചക്കുഞ്ഞ് സൂപ്പർ. അടിപൊളി പാട്ട്. ആരെ പഠിപ്പിച്ചാ നീ പാട്ട്? ഈ പാട്ട് ഞാൻ തനിയെ അത് അപ്പോൾ ചിരിച്ച് ഓടിപ്പോടെ അപ്പോൾ പാടി കൊടുത്ത. ആരാ പഠിപ്പിച്ചേ? ചേച്ചി ആണ്. കുറ്റൂസ് എടുക്കൂടെ പഠിച്ചു കഴിഞ്ഞാ? പഠിക്കാൻ പോവാണോ? എന്താ പഠിക്കുന്നത്? അങ്ങ് എടുത്തോണ്ടിരണം. ഇപ്പൊ തരാം. അതെ അങ്ങനല്ല, സി കാണിച്ചാൽ C2 D. C D D2 E E2 F2 G2 H2 I2 J2 K2 L2. അയ്യോ തെറ്റിപ്പോയി. ഇവിടെ അച്ചു ഉണ്ടല്ലോ, ഇസുബേബിനെ കളിപ്പിക്കുന്ന സമയത്തെ ഒരാൾക്ക് ഇവിടെ കുശുമ്പ് കയറിപ്പോണ്ടേ. ആരാത്? ഒന്ന് നോക്കി കളിപ്പിച്ചേ നോക്കട്ടെ. ഇവിടുത്തെ എക്സ്പ്രഷൻ നോക്കട്ടെ. അയ്യോ ഇസുബേബിനെ കൊണ്ടുപോയാലോ? എന്ത് പറയുന്നു? ഇങ്ങോട്ട് നോക്കി. അത് ഒരു കാര്യം ചെയ്യാം സിജോങ്കിള്, കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് ഇന്ന് ഇസബേബി ആയിട്ട് പോയിട്ട് കുഞ്ഞിനെ നാളെ വിളിക്കാൻ വേണ്ടി വരാം. മമ്മി പറയട്ടെ, ഞായറാഴ്ച കൊണ്ടുപോവാ അല്ലേ? ഞായറാഴ്ച കൊണ്ടുപോവാ. ഇവിടെ നിന്നോ? എന്നാ ഇസബേബിനെ കൊണ്ടുപോവാ. എന്ത് പറയുന്നു കുഞ്ഞ്? എന്ത് പറയുന്നു പറ. കുശുമ്പി ഒരു കുശുമ്പി.
കൊതുകിനെ കൊണ്ട് കുത്തിക്കുവാ. കൊതുകിന് കൊട്ടേഷൻ കൊടുക്കുവാ. എനിക്ക് വയ്യ. എടു പഠിച്ചു കഴിഞ്ഞ എടു പഠിച്ചാ? എടുവിടെ വന്നപ്പോ പഠിക്കുവാണ്. പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ചെറിയ 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 പുസ്തകമൊക്കെ എടുത്ത് വെച്ച് പഠിക്കുകയും കളറിങ് ഒക്കെയാണ്. അച്ഛൻ നമ്മൾ ഇസബേബിനെ കൊണ്ടുപോകല്ലേ? ഇവിടെ ആരാ നിർത്തുന്നത്? അങ്ങനെ ചെയ്യാം. ഇസബേബിനെ കൊണ്ടുപോയിട്ട് കുഞ്ഞിനോട് നിർത്താന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇങ്ങോട്ട് നോക്കി കുഞ്ഞി, നമ്മൾ വരുന്ന വഴിക്ക് മാള് കണ്ടില്ലായിരുന്നോ? നമ്മൾ വരുന്ന വഴിക്ക് മാള് കണ്ടില്ലേ? ഒരു ലുലു മാള് കണ്ടില്ലേ? കഥ പുറത്തു പോയാ? ഇല്ല, കഥ പറയത്തില്ല, രഹസ്യം അല്ലേ? പിണങ്ങിയോ? അയ്യോ ഔട്ട് വേണമെങ്കിലേ. പിണങ്ങിയ പിണങ്ങിയ പിണങ്ങി ഇങ്ങോട്ട് നോക്കി. പിണങ്ങിയോ? അയ്യോ പോലീസ് മേടിക്കട്ടെ. പോവാണോ കുഞ്ഞി? പിണങ്ങി പോവാ? നിങ്ങ വന്നേ. പിണങ്ങണ്ട ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. വാ വാ ശിജോങ്ങൾ ചുമ്മാ പറഞ്ഞ. വാ വിട്ടിരുന്നു പിടിക്കാട്ട് വിട്ടിരുന്നു. പിണങ്ങിയോ കുഞ്ഞി? ഓക്കെ. കുഞ്ഞിക്ക് പിണക്കൊന്നുമില്ലല്ലോ. പിണക്കമുണ്ടോ? പിണക്കുണ്ടോ കുഞ്ഞിക്ക്? പിണക്കുണ്ടോ പറ. പിണക്കുണ്ടോ? ഞങ്ങളെ പിണക്കൊന്നുമില്ലെന്ന് പറ. ഇത് പിണക്കമില്ലല്ലേ? ഇവിടെ ഞാനുമായിട്ടേ കുഞ്ഞൊരു മത്സരമാണ്. ഇവിടെ ഞങ്ങൾ എല്ലാം കൂടി ഭക്ഷണമൊക്കെ കഴിച്ചേ. ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും കുഞ്ഞി ആദ്യം കഴിക്കുന്നില്ലായിരുന്നു അല്ലേ? അപ്പോൾ സിജോങ്ങളുമായിട്ട് ഒരു മത്സരം വെച്ചേ. സിജോങ്ങളുമായിട്ടൊരു മത്സരം വെച്ചപ്പോഴത്തേക്കും കുഞ്ഞി സൂപ്പറായിട്ട് ക്യാമറയിൽ കൈ എങ്ങനെ ഒരു മിനിറ്റ്. റെഡി 1 2 3 സ്റ്റാർട്ട്. സിജോങ്ങൾ പറഞ്ഞേ. നന്നായിട്ട് ചാക്കണേ. എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ചവയ്ക്കുന്നുണ്ടോ? അല്ല നന്നായിട്ട് ചവച്ചിട്ടാ വിഴുങ്ങുന്നേ. നന്നായിട്ട് ചവച്ച് വിഴുങ്ങിയിട്ട് വാ തുറക്കണേ. വിഴുങ്ങിയിട്ട് വാ തുറക്കണേ. വിഴുങ്ങിയിട്ട് മിടുക്കി. സൂപ്പർ. വെള്ളം എടുത്തിട്ടു. ഇനി കുറച്ച് വെള്ളം കൂടെ കുടിച്ചു നമ്മളെ. കുടിച്ച വിഴുങ്ങിയ പിടിച്ചാ. ഇനി കുറച്ച് വെള്ളം കുടിക്കണേ. എന്നിട്ട് ഒന്നുകൂടെ വളർന്ന് കാണിച്ചേ. സൂപ്പർ. അടിപൊളി മിടിക്ക്. മതിയല്ലോ. ഇനി വേണോ? മതി. വയറ് നിറഞ്ഞില്ലേ? ഹാപ്പി? ഓഹോ മതിയോ? മിടുക്കൻ. അടുത്തത് അത് വേണോ ഇനി? അത് കഴിക്കുവോ? കുഴപ്പമില്ല, കഴിക്കുവോ? നോക്കട്ടെ. നന്നായിട്ട് ചവക്കണേ. നന്നായിട്ട് ചവക്കണേ. വിഴുങ്ങരുത്. ചവയ്ക്കുന്നുണ്ടോ ശരിക്കും? ഞാൻ നന്നായിട്ട് ചവക്കുന്നുണ്ട് അല്ലേ? കാണിച്ചു കൊടുത്തേ. വിഴുങ്ങല്ല ഞങ്ങൾ ചവക്കുന്നുണ്ട്. മിടിക്ക്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് വെള്ളം കുടിച്ചു. ഇനി മതിയേ. ഇനി മതിയല്ലോ. മതിയോ? ഇനി വേണോ? പോയി വെള്ളം കുഴപ്പമില്ല വെള്ളം പോട്ടെ. ഓക്കെ. വയറ് ഫുള്ളായി അല്ലേ? നമ്മൾ എന്തൊക്കെ കഴിച്ചിപ്പോ? ബണ്ണ് കഴിച്ചു അല്ലേ? മതിയല്ലോ. കൈ വാഷ് ചെയ്യാം നമുക്ക്. ബാ ഞങ്ങൾ മിടുക്കിയായിട്ട് കൈ വാഷ് ചെയ്യാൻ പോവാണേ. ഇവിടെ അത് കുഞ്ഞു ബേബി അല്ലേ? നീ കൈ മിടുക്കി. നമ്മളിത് കണ്ണടച്ച്. ഓക്കെ. താഴെ വീഴത്തില്ല. ഓക്കെ. അയ്യോ കാല് പോയാ? ഓക്കെ ഓക്കെ. ഞാൻ മൊത്തം കഴിച്ചല്ലോ അല്ലേ? അങ്ങനെ ഞങ്ങൾ അഖിലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് അഖിലിന്റെ വീട്ടിലെ
ദാഖിലിന്റെ പപ്പ, ദാഖിലിന്റെ അമ്മ, ഇസമോളിപ്പോ ഇവിടെ ഉണ്ട്. ടാറ്റ അങ്കിള്, ടാറ്റതാ ടാറ്റതാ. പോയിട്ട് വരട്ടെ. ടാറ്റ ടാറ്റ ടാറ്റ.